ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ്. അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ശേഖരം അതിവേഗം കുറയുന്നത് പെന്റഗണെ ആശങ്കയിലാഴ്ത്തുന്നു. പ്രത്യേകിച്ച് US സൈന്യത്തിന്റെ നട്ടെല്ലായ ടോമാഹോക്ക് മിസൈലുകളുടെ കുറവ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം 850-ലധികം ടോമാഹോക്ക് മിസൈലുകളാണ് അമേരിക്ക വിക്ഷേപിച്ചത്. മുൻകാല സംഘർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഉയർന്ന കണക്കാണെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് വിലയിരുത്തുന്നു. ഇനി കേവലം 3000 മിസൈലുകൾ മാത്രമാണ് അമേരിക്കയുടെ പക്കൽ അവശേഷിക്കുന്നത്. 1300 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കൃത്യതയാർന്ന ഈ മിസൈലുകൾ ഇതേ വേഗത്തിൽ ഉപയോഗിച്ചാൽ അധികം വൈകാതെ അമേരിക്കയുടെ പക്കൽ ആയുധങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരും. ചെലവ് നോക്കുകയാണെങ്കിൽ ഒരു ടോമാഹോക്ക് മിസൈലിന് ഏകദേശം $3.5 മില്യൺ, അതായത് 29 കോടിയോളം രൂപയാണ് വില വരുന്നത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണിഷൻ പോലെയുള്ള ആയുധങ്ങളിലേക്ക് അമേരിക്ക ശ്രദ്ധ മാറ്റുകയാണ്. ഇതിനിടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന പേട്രിയറ്റ് മിസൈലുകളുടെ കാര്യവും കഷ്ടത്തിലാണ്. കൈവശമുണ്ടായിരുന്ന 4000 മിസൈലുകളിൽ 1000-ഓളം എണ്ണം ഇതിനകം തന്നെ വിക്ഷേപിച്ചു കഴിഞ്ഞു. ഈ മിസൈൽ ശേഖരം പഴയതുപോലെയാക്കാൻ കുറഞ്ഞത് 2-3 വർഷമെങ്കിലും എടുക്കും. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രതിരോധ കരാറുകാരുമായി ഗവൺമെന്റ് ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളുമായുള്ള സുരക്ഷാ കരാറുകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. അമേരിക്കയുടെ ഈ ആയുധ ദൗർബല്യം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും.